ഈ വീട്ടിലൊരു പാട്ടുകാരിയുണ്ട്. ഹൃദ്യരാഗങ്ങൾക്കൊപ്പം തൻ്റെ മധുര ശബ്ദം ചേർത്തുവച്ച് മലയാളത്തിൻ്റെ മനസ്സിൽ ഇടം കണ്ടെത്തിയ ഒരു പാട്ടുകാരി. പക്ഷേ ഇന്ന് മറവിയിലാണ് ഈ ഗായിക. ഇത് ഷെറിൻ പീറ്റേഴ്സ്. നിർഭാഗ്യങ്ങളുടെ കൂട്ടുകാരി എന്ന് വിളിക്കാം നമുക്കിവരെ. ഹൃദയം പൊള്ളിക്കുന്ന ഒരു ജീവിത കഥയാണ് ഷെറിൻ പീറ്റേഴ്സിൻ്റേത്. ഒരു പാട്ടുകാരിയുടെ പാട്ടുകൾക്കപ്പുറം കേൾക്കാതെ പോയ പ്രാണസങ്കടങ്ങളുണ്ട് ഇവർക്ക്. കുട്ടിക്കാലത്ത് ഞാൻ ഡാൻസ് പഠിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 7 വയസ്സിലാണ് എനിക്ക് പോളിയോ വന്നത്. പോളിയോ വന്നപ്പോൾ പിന്നെ ഡാൻസ് പഠിക്കാൻ പറ്റാണ്ടായിട്ട് ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഈ വെറുതെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ പാടുമായിരുന്നു. ഡോക്ടേഴ്സൊക്കെ വന്ന് ചോദിക്കുമ്പോൾ പാടുമായിരുന്നു. അപ്പോൾ ഡാഡിക്കും മമ്മിക്കും തോന്നി എനിക്ക് കുറച്ച് പാട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയിട്ട് പിന്നെ കുറച്ച് അങ്ങനെ പാട്ട് പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം എന്തോ ഒരു കോൺസേർട്ടിന് പോയപ്പോൾ, അമ്പിളിയുടെ കോൺസേർട്ടിന് പോയപ്പോൾ ഇങ്ങനെ ആരെ പഠിപ്പിക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ സാമിയാന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡി സാമീനെ പോയി കണ്ട് സാമി പറഞ്ഞു ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പാട്ടിലൊരു ഇൻട്രസ്റ്റ് വന്ന് അങ്ങനെ പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ ഒരു 8-9 കൊല്ലം സാമി പഠിപ്പിച്ചു. അരങ്ങേറ്റവും ക്ലാസിക്കലിൽ ചെയ്തു. അങ്ങനെയാണ് പാട്ടിൽ ഇൻട്രസ്റ്റ് വന്നത്. രോഗം കാലുകളിൽ നിന്ന് ചിലങ്കയഴിപ്പിക്കുമ്പോൾ ഷെറിന്റെ ഹൃദയം സങ്കടക്കടലായി. ആ കടലിൽ നിന്നാണ് ഷെറിൻ പാട്ടിന്റെ തീരത്തേക്ക് നീന്തി കയറി ചെന്നത്. സ്വരസ്ഥാനങ്ങൾ ഉറപ്പിച്ച് ഒരു പാട്ടുകാരിയാകാനുള്ള പ്രയത്നം അവിടെ ആരംഭിച്ചു. ഈശ്വരാനുഗ്രഹം കിട്ടിയ ഒരു സംഗീതജ്ഞനെ ഗുരുനാഥനായി കിട്ടിയതും ഷെറിന് ഭാഗ്യമായി. ജനിച്ചതും മെഡ്രാസിൽ തന്നെയാണ്, പഠിപ്പും ഒക്കെ മെഡ്രാസിൽ തന്നെയായിരുന്നു. സിനിമയിൽ ആദ്യം സാമി തന്നെയാണ് അഷ്ടമുടി കായലിൽ മേടമാസ കുളിരിൽ എന്ന് പറഞ്ഞിട്ട് ആ സിനിമ സാമിയുടെ പാട്ട് തന്നെയാണ് ആദ്യം പാടിയത്. മേടമാസ കുളിരിലാരെ നീ മാടി വിളിക്കുന്നീ ഓളങ്ങളായി. വിധിക്ക് കീഴടങ്ങാൻ തയ്യാറാകാത്ത ഒരു പെൺകുട്ടിയുടെ വിജയത്തിന്റെ കഥയാണ് ഷെറിൻ. രോഗം ചക്രക്കസേരയിലിരുത്തിയ ഒരിടത്തു നിന്ന് പാട്ടിന്റെ സ്വരവഴികളിലൂടെ പിന്നീടവർ എത്രയോ ദൂരം സഞ്ചരിച്ചു. സംഗീത വഴിയിൽ മാർഗം തെളിയിച്ച ഗുരു തന്നെയാണ് സിനിമയിൽ പാടാൻ ആദ്യ അവസരം ഒരുക്കിക്കൊടുത്തതും. പിന്നീട് എത്രയോ പാട്ടുകൾ ഈ ഗായികയിൽ നിന്ന് ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് പാടി നിറഞ്ഞു. ഈ വിഷു പക്ഷി തൻ വിരഹഗാനമോ തീരത്തിൻ മാറിതിൽ അലിഞ്ഞു. മേടമാസ കുളിരിലാരെ നീ മാടി വിളിക്കുന്നീ ഓളങ്ങളായി. അങ്ങനെ പിന്നെ പിന്നെ കടമുറ്റത്തച്ഛൻ ലേറ്റി ഉമ്മർ സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടി. തരംഗം എന്ന് പറഞ്ഞ സിനിമയിൽ KG ജോയ് സാറിൻ്റെ മ്യൂസിക്കിലൊരു പാട്ട് പാടി. പിന്നെ സ്വപ്നലോകം എന്ന് പറഞ്ഞ സിനിമയിൽ ജെറി അമൽദേവ് സാറിൻ്റെ മ്യൂസിക്കിലൊരു ജയചന്ദ്രൻ സാറായിട്ടൊരു ഒരു പാട്ട് പാടി. പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ കുറേ HMVയുടെ ആൽബംസിലും പിന്നെ ഡിവോഷണൽ സോങ്സും പിന്നെ കോൺസേർട്ട്സും ഒക്കെ പാടിയിരുന്നു. വീട്ടിലെല്ലാവരും അങ്കിൾസും ഒക്കെ ഈ സിനിമ പാട്ടിനോട് വലിയ ഇൻട്രസ്റ്റ് ആണ്. അപ്പം നിറയെ റെക്കോർഡ്സൊക്കെ മേടിക്കും. അപ്പോൾ അതിങ്ങനെ കേട്ട് ഇപ്പം എനിക്ക് ഹോസ്പിറ്റലിലും ആയിരുന്നല്ലോ, അപ്പോൾ ഒക്കെ വേറെ പണിയൊന്നുമില്ലല്ലോ. സ്കൂളിലും ഞാൻ ഈ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് വന്നത് ഈ അസുഖം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോവാണ്ട് അവർ ടീച്ചറിൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ വീട്ടിലെ ക്ലാസ് എടുത്ത് അങ്ങനെ പരീക്ഷ എഴുതുമായിരുന്നു 8th സ്റ്റാൻഡേർഡ് വരെ. 8th സ്റ്റാൻഡേർഡിൽ പിന്നെ വിദ്യോദയ പോയത്. അതുവരെ ചേർച്ച് പാർക്ക് എന്ന് പറഞ്ഞൊരു കോൺവെൻറ്റിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കേട്ട് പാടുമായിരുന്നു ഞാൻ ഈ പാട്ടുകളൊക്കെ കുറച്ച് ഇങ്ങനെ എല്ലാം. അപ്പോൾ ഈ വെല്ലൂര് ട്രീറ്റ്മെൻറ്റ് വെല്ലൂര് പോയപ്പോഴും ഡോക്ടേഴ്സൊക്കെ വന്ന് പാടുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ഈ പാട്ടിലൊരു ഇൻട്രസ്റ്റ് വന്നത്. വീട്ടിലങ്ങനെ ആരും വേറെ പാടണവരൊന്നും ഇല്ല, അങ്ങനെ ആരും
ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലാണ്ട് ആരും പാടുന്ന വലിയ ഒന്നുമില്ല. മമ്മീൻ്റെ ആയിരിക്കുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ദൈവം കാട്ടിക്കൊടുത്ത സംഗീതത്തിന്റെ വഴിയിലാണ് ഷെറിൻ ജീവിതം അന്വേഷിച്ചത്. ഊർജ്ജസ്വലമായ ശബ്ദമുണ്ടായിരുന്നിട്ടും പാടിയ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടും മലയാളത്തിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടായില്ല. പേരുണ്ടായിരുന്നിട്ടും അതിനൊപ്പം പ്രശസ്തി നേടാനാകാതെ പോയി. അനാരോഗ്യം തടസ്സം നിന്നതുകൊണ്ട് അവസരം അന്വേഷിച്ച് നടക്കാൻ കഴിയാതെ പോയതും ഈ കലാകാരിയുടെ വളർച്ച മുരടിപ്പിക്കുകയായിരുന്നു. സ്വാമി പഠിപ്പിക്കാൻ തുടങ്ങിയ പിന്നെ അതുവരെ പിന്നെ പഠിത്തവും പിന്നെ കോളേജും ഒക്കെ ആയിട്ട് അങ്ങനെ വലിയ പാട്ടിലേക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ കുറച്ച് അങ്ങനെ പ്രോഗ്രാംസിനും ആദ്യം തന്നെ അരങ്ങേറ്റം ചെയ്തു. സ്വാമി എന്നെ ഇതെടുത്ത് പിന്നെ ദാസേട്ടനായിട്ടൊരു ഇത് വെച്ചു. ഒരു സദേൺ ചാരിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനെ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഇവിടെ യൂണിവേഴ്സിറ്റി സെൻറ്റിനറി ഓഡിറ്റോറിയത്തിൽ ഞാനും ദാസേട്ടനായിട്ടൊരു വലിയ കോൺസേർട്ട് സ്വാമി എന്നെ ഒക്കെ ഓർഗനൈസ് എന്ന് വെച്ചാൽ എല്ലാം അന്ന് RK ശേഖർ സാറിൻ്റെ ഓർക്കസ്ട്രയായിരുന്നു. അപ്പം അങ്ങനെ പകുതി ക്ലാസിക്കലും പകുതി ലൈറ്റുമായിട്ട് പാടി. ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയി ഓഡിഷൻ കൊടുത്തു. അപ്പോൾ അവിടെ ബി ഹൈ ആർട്ടിസ്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പോവുമായിരുന്നു. അന്നൊക്കെ ദൂരദർശനിലും പോയിട്ട് നിറയെ പാട്ടൊക്കെ പാടുമായിരുന്നു.